പ്രമേയത്തിന്റെ ഒരു ധാരാളിത്തം. പണ്ടത്തെ കാലത്ത് അല്ലെങ്കിൽ നമുക്കൊരു 10 വർഷം പുറകിലേക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ ഇന്ന് മലയാള നോവൽ എത്തി നിൽക്കുന്ന അതിർത്തികളെ മായ്ച്ചു കൊണ്ടുപോകുന്ന ഒരു പോക്ക്. ഇപ്പോ ഹരിത സാവിത്രി എന്ന ഒരു എഴുത്തുകാരിയുടെ സിൻ എന്നൊരു നോവൽ, ഇത് വായിക്കുമ്പോൾ തീർച്ചയായിട്ടും എന്റെ മനസ്സിലേക്ക് വന്ന ഒരു നോവലാണ്. ആ നോവലും ഇതേപോലെ തന്നെ കുർദ് കലാപത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ട ഒരു നോവലാണ്. അങ്ങനെയുള്ള ധാരാളം നോവലുകളുടെ ഒരു എന്താ പറയുക, ഒരു തിരയടിക്കൽ തന്നെ മലയാളത്തിൽ സമകാലികത്തായി ഉണ്ടായിട്ടുണ്ട്. ഇസ്രായേൽ പാലസ്തീൻ പ്രശ്നത്തിന്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഷീല ടോമിയുടെ ആ നദിയോട് പേര് ചോദിക്കരുത്, സോണിയ ചെറിയാൻ എഴുതിയ സ്നോ ലോട്ടസ്, രാജശ്രീ എഴുതിയ ത്രേകം പോലെയുള്ള നോവലുകൾ, ഇതൊക്കെ എഴുതുമ്പോൾ ഒരു സ്ത്രീ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു എഴുത്തുകാരി ആകാൻ ആഗ്രഹിക്കുന്ന ഒരാൾ, അങ്ങനെ പറയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ എഴുത്തുകാരികളെ ഒരുപാട് ആരാധനയോടുകൂടി കാണുന്ന ഒരാൾ എന്ന നിലയിൽ എനിക്ക് തോന്നുന്ന ഒരു അഭിമാനം എന്ന് പറയുന്നത്, പണ്ടത്തെ എഴുത്തുകാരുടെ ഒരു പ്രത്യേകത, അവർ അനുഭവങ്ങളെ ആവിഷ്കരിക്കുന്നവരാണ്. അതായത് നമ്മുടെ അനുഭവങ്ങൾ, അത് വീടുകളിലാകട്ടെ, നമ്മൾ ഉൾക്കൊള്ളുന്ന ഏത് സിസ്റ്റത്തിലാകട്ടെ, നമ്മൾ അനുഭവിച്ചതിനെ ആവിഷ്കരിക്കുക, അത് തുലം എളുപ്പമുള്ള കാര്യമാണ്. അത് ആർക്കാണെങ്കിലും ചെയ്യാവുന്ന കാര്യമാണ്. അതിനകത്തൊരു എഴുത്തിന്റെ സിദ്ധിയും പ്രതിഭയും കൂടി ഉണ്ടെങ്കിൽ അത് കുറച്ച് അട്രാക്റ്റീവ് ആവുകയും ചെയ്യും.